ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കൂടി ചേരുന്നുണ്ട്. മാഡത്തിന്റെ പരാതി കുറച്ച് വ്യത്യസ്തമാണ്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് എന്താണ് അതിക്രമം ഉണ്ടാകുന്നു. ഹൈദരാബാദാണ് ആ സിനിമയുടെ പ്ലേസ് ഓഫ് ഒക്കറൻസ്. അവിടെ പരാതി കൊടുത്തു അല്ലേ? അവിടെ പരാതിയുടെ തുടർച്ച എന്താണ്? പരാതി കൊടുത്തു. പക്ഷെ പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. സിനിമാക്കാരും CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് താങ്കളുടെ മാത്രം ബോധ്യമാണ്? അതൊരു ഉന്നയിക്കുന്ന ആരോപണം ഗുരുതരാരോപണമാണ്. ആ ബോധ്യത്തിനനുസൃതമായ തെളിവുകൾ കയ്യിലുണ്ടോ? എല്ലാം എന്റെയിലുണ്ട്. അതായത് ഈ ജൂണില് 23-ാം തീയതി ഹൈദരാബാദ് പോലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന വ്യക്തി എന്റെ വീടുകളിലും എന്റെ വീട്ടില് അതേപോലെ തന്നെ പഞ്ചായത്തില് ഒക്കെ പോയി കുറെ ഗുണ്ടകളുമായിട്ട് എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു വരുത്തിയിരുന്നു. അതനുസരിച്ച് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് ഹൈദരാബാദ് പോലീസുകാര് ജൂൺ 23-ാം തീയതി 20-ാം തീയതി വെള്ളിയാഴ്ച നാട്ടിലെത്തുകയും അവരെ ട്രേസ് ചെയ്ത് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ മൻസൂർ റഷീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് 376/506 കേസ് രജിസ്റ്റർ ആയതാണ് 2021. ഇത് ഹൈദരാബാദിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ കോടതിയിലുള്ള കേസാണ്. പ്രതി ഒളിവിലാണ്. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ചു, ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ചു. ഓക്കെ, പ്രതി ഇപ്പൊ ഇവിടെ ഒളിവിലാണെന്നാണോ അവിടുത്തെ കോടതിയിൽ പറയുന്നത്? അതെ അതെ. ഈ പ്രതി സിനിമയുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്? ആര്? ഈ പറയുന്ന ആൾ, ഈ പറയുന്ന പ്രതി സിനിമയുടെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്? അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ബ്രോഡാഡി ഫിലിമിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അത് കഴിഞ്ഞ് ഏതെങ്കിലും സിനിമയിൽ ഇയാൾ വർക്ക് ചെയ്തോ? ലൂസിഫർ, എമ്പുരാന്. അപ്പൊ എല്ലാ സിനിമയിലും ഇയാൾ സജീവമായി ഉണ്ട്. അതെ. ഇപ്പോൾ നമ്മൾ ഇവിടെ അല്പസമയം മുൻപ് ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയേക്കാൾ കൂടുതലൊക്കെ നിങ്ങളുടെ ഈ പരാതി വ്യത്യസ്തമാവുന്നത് നിങ്ങളുടെ ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം ഇവിടെ അതേ വിഷയത്തിൽ പരാതി കൊടുത്താൽ കേസെടുക്കാൻ കഴിയില്ല എന്ന വസ്തുത താങ്കൾക്ക് അറിയാമോ? അതുകൊണ്ടല്ല സാർ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം ഈ കേസ് കൊടുത്തു. അതായത് പ്രതി ഒളിവിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ കുഞ്ഞിച്ചന്തു എന്ന വ്യക്തി എന്റെ നാട്ടിൽ പോവുകയും വളരെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഗുരുതര ആരോപണമാണ്. അപ്പോൾ ആ ആരോപണത്തിനനുസൃതമായി നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ പറയുന്ന ഫോറങ്ങളിലും മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പരാതി ജെനുവിനായ പരാതി അതാണെങ്കിൽ, ഇപ്പൊ രാഷ്ട്രീയ സംരക്ഷണം ഉണ്ട് എന്നതാണെങ്കിൽ? ഞാൻ DGP തൊട്ട് കമ്മീഷണർ വരയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഈ സംഭവം നടന്ന അന്ന് തന്നെ 23-ാം തീയതി തന്നെ എല്ലാവർക്കും രാത്രി 3 മണിക്ക് ഞാൻ പരാതി ഫയൽ ചെയ്തു. മീൻസ് 3 മണിക്ക് കുഞ്ഞിച്ചന്തു എന്ന വ്യക്തിയുടെ വീട് പോലീസ് വളയുകയും എന്നാൽ കേരള പോലീസിന്റെ സഹായത്തോടെ ഈ കുഞ്ഞിച്ചന്തു എന്ന വ്യക്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും മൻസൂർ റഷീദുമായി അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അതിനുശേഷം CPMന്റെ ലോക്കൽ ഈ ബ്രോഡാഡി സൈറ്റിൽ ഉണ്ടായ പരാതി എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? അതായത് 2021 സെപ്റ്റംബർ 3-ാം തീയതി, അതായത് ഞാൻ ഓൾറെഡി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഷെഡ്യൂളിന് വേണ്ടിയിട്ട് റൂമിൽ അവിടെ ഹോട്ടലിൽ ചെല്ലണം എന്ന് പറയുകയും ഞാൻ ബുക്ക് ചെയ്ത റൂമാണ്. അവിടേക്ക് ഞാൻ ചെല്ലുകയും അവിടെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ റഷീദ് എന്ന വ്യക്തി എന്റെ റൂമിലേക്ക് കടന്നു വരികയും ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് എനിക്ക് മൻസൂർ ഒരു സ്പ്രൈറ്റും ഒരു ചോക്ലേറ്റും തന്നു. നോർമലി നമുക്ക് പോയി ചീഫ് അസോസിയേറ്റുമായിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അതായത് എന്റെ വീടും ഈ സ്ഥലമായിട്ട് കുറെ ദൂരമുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്യുന്നത്. റൂം 3ഉം 4ഉം എന്ന ഡേറ്റിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. റൂം ബുക്ക് ചെയ്ത് ഞാൻ റൂമിൽ ചെന്നത് ഒരു 6:30 ആയപ്പോഴാണ്. 7 മണിയായപ്പോൾ മൻസൂർ റഷീദ് എന്റെ റൂമിലേക്ക് വരികയും എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് സ്പ്രൈറ്റ് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം ഉണ്ടായി. അതിനകത്ത് അവൻ എന്തോ കലക്കിയാണ് എനിക്ക് തന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ബോധം ഉണരുന്നത് രാത്രി 11 മണിക്കാണ്. എനിക്ക് ബോധം ഉണരുമ്പോൾ എന്റെ ദേഹത്ത് ഒരു ഡ്രസ്സ് പോലും ഇല്ല. ഞാൻ പൂർണ്ണ നഗ്നയാണ്. ഞാൻ പേടിച്ച് പെട്ടെന്ന് തന്നെ മൻസൂർ റഷീദിനെയാണ് ആദ്യം ഫോൺ ചെയ്യുന്നത്. ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു പെട്ടെന്ന് റൂം വെക്കേറ്റ് ചെയ്തു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലും പ്രോബ്ലം വരും. അതേപോലെ തന്നെ സിനിമാക്കാരാണ്, അടുത്ത ആൾക്കാരും വന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാൻ പറ്റില്ല, റൂം വെക്കേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പേടിച്ച് എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു. 1 മണിക്ക് രാത്രി എന്റെ ഹസ്ബൻഡും വന്ന് എന്നെ കാറിൽ നിന്ന് അവിടുന്ന് ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എന്റെ തന്നെ ന്യൂഡ് ഫോട്ടോ എനിക്ക് അയച്ചു തന്നു.
എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു പൈസ തരണം, പൈസ തന്നില്ലെങ്കിൽ ഇത് പബ്ലിക് ആക്കും എല്ലാം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ എന്താണോ എന്റെ ലൈഫിൽ ഉണ്ടാകരുതെന്ന് പേടിച്ചത് എന്റെ ലൈഫിൽ നടന്നു. എന്റെ കയ്യിൽ നിന്ന് പണം തട്ടുകയും എന്റെ ഫാമിലി ലൈഫ് ഇല്ലാതാക്കുകയും ചെയ്തു. ഞാനിപ്പോ അനാഥയാണ്. എന്തായത് എനിക്ക് ഞാനും കൊച്ചും അല്ലാതെ ഈ ലോകത്ത് ആരും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഈ മൻസൂർ റഷീദ് എന്നെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് സാധാരണക്കാർ വന്ന് വെളിപ്പെടുത്തുമ്പോ കേസ് കൊടുക്കണം അല്ലെങ്കിൽ പരാതി കൊടുക്കണം. ഇതിന്റെ പുറകെ ഞാൻ 2 വർഷമായിട്ട് നടക്കുക. ഒരു സ്ഥലത്തൊന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. എല്ലാവർക്കും പുറത്തിരുന്നോണ്ട് പറയാൻ എളുപ്പമാണ്, അല്ലെ നിങ്ങൾക്ക് അല്ലെ അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യും. കൊടുത്ത പരാതിയുടെ മറുപടി അല്ല മുഖ്യമന്ത്രി കൊടുത്ത പരാതി എന്തായിരുന്നു? മുഖ്യമന്ത്രിക്ക് ആദ്യം ഞാൻ കൊടുത്തിരുന്ന പരാതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CPM-ന്റെ ജെ കുഞ്ഞിച്ചന്തു എന്ന വ്യക്തി വളരെ മോശമായ രീതി, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു രീതി പറഞ്ഞു നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയുകയും ഞാൻ ഹണി ട്രാപ്പ് ആണ്, ഞാൻ പണം തട്ടാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ എന്റെ നാട്ടിൽ പോയി ഓരോ വ്യക്തികളുടെ അടുത്തും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് അല്ല കഴിഞ്ഞിട്ട് ഈ ഞാൻ മനസ്സിലാക്കുന്ന ഈ ബ്രോഡാഡി സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജാണ്. പൃഥ്വിരാജുമായി ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയോ? അതായത് പൃഥ്വിരാജിന്റെ മാനേജറിന്റെ അടുത്ത് സംസാരിക്കുകയും ഈ എമ്പുരാൻ എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് ഈ മൻസൂർ റഷീദിനെ പറഞ്ഞു വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എനിക്ക് അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിവരവും ഇല്ല. കാരണം ഈ എമ്പുരാൻ എന്നുള്ള ലൊക്കേഷനിൽ വെച്ചും അതിനു മുന്നും അവരുടെ അസിസ്റ്റന്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റിന്റെ ഒന്നും പേര് ഞാൻ പുറത്തു പറയുന്നില്ല. പക്ഷെ അവരെല്ലാരോടും ഞാൻ സംസാരിച്ചിരുന്നു. ഫെബ്കയിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു, വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തിരുന്നു, കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷെ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും CPM-ന്റെ സപ്പോർട്ടുണ്ട്. ഞാൻ ഈ CPM ഒരു പാർട്ടിയിലും ഉള്ള ഒരു വ്യക്തിയല്ല. എന്റെ ലൈഫാണ് സ്പോയിൽ ചെയ്തത്, എന്റെ ജീവിതം കളഞ്ഞു. ഞാൻ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മാഡം, ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ അനുഭവിക്കുന്ന താങ്കൾ mental trauma എനിക്ക് മുഖ്യമന്ത്രി പറയാൻ കൊടുക്കുന്ന പറ്റില്ല. പരാതിയിൽ ഈ രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ കാര്യം പറയുന്നുണ്ടോ? ഇപ്പൊ താങ്കൾ സജി ചെറിയാന് പരാതി അയച്ച കാര്യം പറയുന്നുണ്ട്. അത് എപ്പോഴാണ് അയക്കുന്നത്? ഈ ഹേമ കമ്മിറ്റിയുടെ തുടർച്ചയിൽ അയക്കുന്നതാണോ അതോ നേരത്തെ അയച്ച കാര്യമാണോ പറയുന്നത്? നേരത്തെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു, DGP-ക്ക് പരാതി അയച്ചു, കമ്മീഷണർക്ക് പരാതി അയച്ചു, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ പരാതി അയച്ചു, ആലപ്പുഴയിൽ അയച്ചു. പക്ഷെ എനിക്ക് ജസ്റ്റ് ഒരു റെസിപ്റ്റ് കിട്ടി എന്നല്ലാതെ ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ആരും എന്നെ അന്വേഷിച്ചിട്ടില്ല. പിന്നീട് ഞാൻ സജി ചെറിയാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനനുസരിച്ച് ഞാൻ സജി ചെറിയാൻ സാറിനും അതേപോലെ ഹോണറബിൾ മിനിസ്റ്റർ മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇന്ന് എനിക്ക് സജി ചെറിയാന്റെ PO വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആഭ്യന്തര വകുപ്പിന് ഇത് അയച്ചിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്യും എന്ന് പറഞ്ഞു ഇന്ന്. ഓക്കെ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൈദരാബാദിൽ എന്താണ് ആ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്, അവർക്കതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതാണ്, ഇയാൾ അവിടെ പ്രതിയാണ്, കോടതിയിലടക്കം പ്രതിയാണ്. പക്ഷേ ഹൈദരാബാദ് പോലീസ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇയാൾ ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ ബന്ധമൊക്കെ ഉപയോഗിച്ച് ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നു. അതാണ് നിങ്ങളുടെ പരാതി. അതെ, ഇപ്പോഴും പാർട്ടിയുടെ സംരക്ഷണത്തിൽ തന്നെ ഒളിവിലിരിക്കുകയാണ്. ഇതുവരെ പ്രതിയെ പിടിക്കപ്പെട്ടിട്ടില്ല. ഒളിവിലാണെങ്കിൽ എങ്ങനെയാണ് ലൂസിഫറിന് സെറ്റ് വരിക? ഒളിവിലാണ് എങ്ങനെയാണ് എമ്പുരാന്റെ സെറ്റ് വരിക? സർ, ഇപ്പോഴല്ല, എമ്പുരാന്റെ ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട്, അതായത് ഫസ്റ്റ് എമ്പുരാന്റെ ഷെഡ്യൂള് കാശ്മീർ വെച്ചായിരുന്നു, അവിടെ വെച്ചാണ് എമ്പുരാന്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു വിടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾ നേരത്തെയുള്ള അഭിനേത്രി പരാതി നൽകുമോ എന്ന് ആലോചിക്കുന്നതല്ല. നിങ്ങളുടെ കാര്യം വ്യത്യസ്തമാണ്. നിങ്ങൾ ഇതിനോടകം പരാതി കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കോടതിയിൽ എന്താണ് ബെയിൽ നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അവിടെ നിന്ന് പോലീസ് സംഘം താങ്കൾ ഈ പറഞ്ഞ ആളെ തേടി ഇവിടെ എത്തുമ്പോൾ ഇയാൾ മുങ്ങി നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ കേരള പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ ആലോചിക്കട്ടെ. എന്തായാലും എന്താണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു, ജീവിതം ഇല്ലാതായി എന്നൊന്നും വിചാരിക്കേണ്ട. പറയൂ സർ, കേരള പോലീസിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും കേരള പോലീസിൽ നിന്ന് ലീക്ക് ആയതുകൊണ്ടാണ് ഈ പ്രതി, അതായത് സൺഡേ 23-ാം തീയതി, ജൂൺ 23-ാം തീയതി ഹൈദരാബാദ് പോലീസ് ഇവരെ ട്രേസ് ചെയ്ത് വരികയും അതിനനുസരിച്ച് ആലപ്പുഴയിൽ ഫസ്റ്റ് അവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ പ്രതികൾ ഓച്ചിറയിലേക്ക് നീങ്ങുന്നത് ട്രേസ് ചെയ്തിട്ടാണ് വന്നത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിലും ഉണ്ട്. അന്ന് ഇവർ ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ കുഞ്ഞിച്ചന്തു എന്ന് പറയുന്ന വ്യക്തിനെ കേരള പോലീസിൽ നിന്ന് ആരോ ഒരാൾ ഇൻഫർമേഷൻ കൊടുത്തതിനനുസരിച്ചാണ് ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. എന്തായാലും നിങ്ങളുടെ ഒരു പരാതി അവിടെ ഉണ്ട്. അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ താങ്കൾ ഈ വന്ന് പറയുന്നതോടുകൂടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും താങ്കൾ മുഖ്യമന്ത്രിക്കടക്കം മന്ത്രി സജി ചെറിയാനടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ സംരക്ഷണം അടക്കമാണെങ്കിൽ കൂടിയും ഇവർക്കൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. താങ്കൾ മന്ത്രിയുടെ ഓഫീസിൽ താങ്കൾ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യം. എന്തായാലും ധൈര്യമായിരിക്കൂ മാഡം.